ജീവിത ശൈലി രോഗങ്ങളെ മാറ്റി നിർത്താൻ നമ്മുടെ ജീവിതശൈലി മാറ്റണം. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ ജിമ്മിന് പോകുന്നു, അല്ലെങ്കിൽ കളരി ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, ഇതൊക്കെയുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ആയുർവേദം അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെയും സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ്. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഉറക്കം, വ്യായാമം, ആഹാരം. അതിന് ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഉറക്കത്തിന് കൊടുക്കും സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ. പലപ്പോഴും സ്ത്രീകള് രാത്രിയില് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുറെ നേരം ഇപ്പൊ നമ്മളങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ പിന്നെ രാത്രിയിലായിരിക്കും എല്ലാ വർക്കുകളും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കാര്യത്തിന് സമയം കണ്ടെത്തുക. അപ്പൊ പലപ്പോഴും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു രീതിയുണ്ട്. സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് കുറച്ച് നേരത്തെ എഴുന്നേക്കേണ്ടി വരും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അവര് നേരത്തെ എഴുന്നേക്കുന്നു. ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങുന്നു. നമ്മളിപ്പോ ഒരു 100 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അല്ല 80 പേരുടെയും ഉറക്കത്തിന്റെ പാറ്റേൺ തെറ്റായിരിക്കും. ഒരു 20% ആൾക്കാർ അല്ലെ 20 പേരായിരിക്കും പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന ആൾക്കാരുള്ളൂ. അപ്പൊ ഉറക്കം റെഡിയാക്കിയാൽ തന്നെ പലപ്പോഴും സ്ത്രീകളുമായി റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അവിടെ തന്നെ കിട്ടും. ഇപ്പം പുരുഷന്മാരിലേക്കാളും ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ ഉള്ളത് ഇപ്പൊ സ്ത്രീകളിലാണ്. പണ്ടൊക്കെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് വന്നുകൊണ്ടിരുന്ന രോഗമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ ഫാറ്റി ലിവറിന്റെ ഒക്കെ റീസൺ നമ്മൾ ചോദിച്ചു വരുമ്പോൾ മിക്കവാറും ഉള്ളവർക്ക് സമയത്ത് ആഹാരം കഴിക്കില്ല, തോന്നിയ പോലെ പഴയ സാധനങ്ങൾ ഫ്രിഡ്ജിലിരുന്നതൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കുക. രണ്ടാമത് ഈ വ്യായാമത്തിന്റെ കുറവ്. വ്യായാമം ഏത് തരത്തിലുള്ളതായാലും പ്രശ്നമില്ല. നമ്മൾ അതിന് കൃത്യമായിട്ട് സമയം കണ്ടെത്തുക. ശരീരത്തിന്റെ എല്ലാ ജോയിന്റ്സും എല്ലാ മസിൽസിനും മൂവ്മെന്റ്സ് കിട്ടുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്.